സ്വന്തം മക്കൾക്കൊപ്പം സ്വൈര്യമായി ജീവിക്കാൻ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഏറ്റുമാനൂരിലെ വീട്ടമ്മ ഇന്നും നീതി തേടി അലയുകയാണ്. കോടതിയുടെ സംരക്ഷണ ഉത്തരവുണ്ടായിട്ടും ഭർത്തൃവീട്ടിൽ ഭയത്തോടെയാണ് അവർ ജീവിക്കുന്നത്. ആ അമ്മയ്ക്കും മക്കൾക്കും എവിടെയാണ് നീതി? ആരാണിനി അവർക്ക് സംരക്ഷണം നൽകേണ്ടത്? ഇതോടൊപ്പം തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യാ കേസും പരിശോധിക്കേണ്ടതാണ്. യുവതിയുടെ മരണത്തിന് ഉത്തരവാദി ആരെന്ന സൂചന ലഭിച്ചിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. മേഘയുടെ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ എവിടെയാണ്? അയാളെ പോലീസ് സംരക്ഷിക്കുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ഏറ്റുമാനൂരിലെ അമ്മയ്ക്കും 2 പെൺമക്കൾക്കും സ്വൈര്യമായി ജീവിക്കാൻ കഴിയണം. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്യാനോ ഭർത്തൃവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ അവർ തയ്യാറല്ല. മക്കളെ മാന്യമായി വളർത്താനാണ് ഈ അമ്മ വിദേശത്ത് നേഴ്സായി വർഷങ്ങളോളം ജോലി ചെയ്തത്. ഇപ്പോൾ ജീവിത ചെലവിന് പോലും ഭർത്താവിനോട് കൈനീട്ടേണ്ട ഗതികേട്. സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ പോലീസിനെയും കോടതിയെയും സമീപിക്കേണ്ട അവസ്ഥ. കോടതിയുടെ സംരക്ഷണ ഉത്തരവുണ്ടായിട്ട് പോലും ഭർത്തൃവീട്ടിൽ കണ്ണീരും വേദനയുമായി ജീവിക്കുകയാണ് ഈ അമ്മയും 2 പെൺമക്കളും. ഭർത്താവ് ജോമോനോട് വീട്ടിൽ പ്രവേശിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടും അക്രമങ്ങൾ തുടരുന്നു. കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണും അയാൾ എറിഞ്ഞു തകർത്തു. ഈ നാട്ടിലെ നിയമത്തിന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഇയാളെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് കഴിയുമോ? കോടതിയുടെ സംരക്ഷണ ഉത്തരവിൽ കഴിയുന്ന വീട്ടമ്മ ആക്രമിക്കപ്പെടുന്നു. ഏറ്റുമാനൂരിലെ വീട്ടമ്മയ്ക്ക് നേരെ നടന്ന ആക്രമത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 2 തവണയാണ് കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ജോമോൻ വീട്ടിലെത്തി വീട്ടമ്മയെ ആക്രമിച്ചത്. ജനുവരി 25-ന് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു. മാർച്ച് 15-ന് വൈദ്യുതി വിച്ഛേദിച്ചത് തടയാൻ ശ്രമിച്ചപ്പോൾ അലൂമിനിയം ഏണി കൊണ്ട് കുത്തിയതായും ഏറ്റുമാനൂർ പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കോടതിയിൽ സമർപ്പിക്കേണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോൺ ഭർത്താവ് ജോമോൻ തകർത്തു. കേസിൽ ജോമോനെ അറസ്റ്റ് ചെയ്തെങ്കിലും വേഗത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തു പോവുകയായിരുന്നു. 19-കാരിയായ സ്വന്തം മകളെ അടക്കം ആക്രമിച്ചിട്ടും പ്രതി സ്വൈര്യവിഹാരം തുടർന്നു. ജോമോൻ പ്രവേശിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ച വീട്ടിലെത്തിയാണ് അക്രമങ്ങൾ അത്രയും. പോലീസ് കേസും കോടതിയുമായി മാസങ്ങൾ കയറിയിറങ്ങിയിട്ടും നീതി മാത്രം അകലെയാണ് ഈ വീട്ടമ്മയ്ക്ക്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരത്ത് കാമുകന്റെ പ്രണയച്ചതി കാരണം ആത്മഹത്യ ചെയ്തത് സാധാരണ ഒരു പെൺകുട്ടിയല്ല. IB ഉദ്യോഗസ്ഥയായ ഒരു യുവതിയാണ് സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെട്ടത്. ചെറിയ പ്രായത്തിൽ ഇത്രയും ഉന്നത പദവിയിലെത്തിയ മേഘയുടെ മരണത്തിൽ പോലും എന്തുകൊണ്ടാണ് അന്വേഷണം നീളുന്നത്? കുറ്റക്കാരനെ ആരാണ് സംരക്ഷിക്കുന്നത്? പത്തനംതിട്ട സ്വദേശിനി മേഘ ആത്മഹത്യ ചെയ്ത കേസിൽ ആൺസുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്തിനെതിരെ നിർണായകമായ പല തെളിവുകളും പുറത്തു വന്നതാണ്. എന്നാൽ അയാൾ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. യുവാവിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കേസിൽ സുഗാന്തിൻ്റെ വിവരങ്ങൾ തേടി പോലീസ് ഉടൻ IBക്ക് കത്തു നൽകും. ഉദ്യോഗസ്ഥയായ മേഘ ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആരോപണ വിധേയനായ സുഹൃത്ത് ഒളിവിൽ തന്നെയാണ്. മലപ്പുറം സ്വദേശി സുഗാന്തിനെ തേടി പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാനായില്ലെന്നാണ് പോലീസ് പറയുന്നത്.
മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം എത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് IBക്ക് കത്ത് നൽകും. കൊച്ചി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാളുടെ അവധിയടക്കമുള്ള വിവരങ്ങളാണ് തേടുക. ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് സുഗാന്ത് അറിയിച്ചതോടെയാണ് പേട്ടയിൽ ട്രെയിനിനു മുന്നിൽ ചാടി മേഘ ജീവനൊടുക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ട്രെയിനിന് നേരെയുള്ള ആക്രമണങ്ങളും കല്ലേറും അട്ടിമറി ശ്രമങ്ങളുമൊക്കെ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകുമല്ലേ? എന്നാൽ കാസർഗോഡ് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായ സംഭവം ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. യാത്രക്കിടെ പെൺസുഹൃത്തിനെ മോശമായ രീതിയിൽ നോക്കിയത് ചോദ്യം ചെയ്തതിനാണ് യുവാവ് ഓടുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത്. ട്രെയിനിൽ വെച്ച് കാസർഗോഡ് സ്വദേശി അനിൽകുമാർ പെൺകുട്ടിയെ മോശമായ രീതിയിൽ നോക്കി. ഇത് അവളുടെ ആൺസുഹൃത്ത് ചോദ്യം ചെയ്തു. പിന്നാലെ ആൺസുഹൃത്തിനെ മർദ്ദിച്ച അനിൽകുമാർ പുറത്തിറങ്ങിയ ശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം റെയിൽവേ പോലീസ് പിടികൂടി. മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസിൽ ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു പരാതിക്കാരനും പ്രതിയും. യാത്രക്കിടയിൽ പരാതിക്കാരനായ മലപ്പുറം വെളിയാങ്കോട് സ്വദേശി കെ റിജാസിന്റെ പെൺസുഹൃത്തിനെ പ്രതി മോശമായി നോക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത വിരോധത്തിൽ പരസ്പരം വാക്കേറ്റവുമുണ്ടായി. മദ്യ ലഹരിയിലായിരുന്ന പ്രതിയും സുഹൃത്തും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം പരാതിക്കാരന്റെ മുഖത്തടിക്കുകയായിരുന്നു. പിന്നീട് പരാതിക്കാരനെ ആക്രമിക്കാനായി ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു. യുവാവ് അക്രമാസക്തനാവുകയും കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പരാതി ലഭിച്ചയുടൻ റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത്. തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് പൊയ്നാച്ചിയിൽ വെച്ച് പ്രതി പിടിയിലായത്. ഇയാൾക്കെതിരെ BNS പ്രകാരവും റെയിൽവേ ആക്ട് 152 പ്രകാരവും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 7:30 ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതി അക്രമം നടത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ ജില്ലയിലെ ഉത്സവ പറമ്പുകളിൽ ചെങ്കൊടിയും വിപ്ലവ മുദ്രാവാക്യങ്ങളും ഉയരുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. എന്നാൽ കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ പതിച്ച പതാക ക്ഷേത്ര ഉത്സവത്തിനിടെ പാറിപ്പറന്നത് അസാധാരണമായ സംഭവമാണ്. മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികളുമായാണ് യുവാക്കൾ പ്രകടനം നടത്തിയത്. കണ്ണൂർ കായലോട് പറമ്പായി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുള്ള സംഭവത്തെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. കോടതി കുറ്റക്കാരെന്ന് വിധിച്ച് ശിക്ഷിച്ചവരെ വിപ്ലവകാരികളെപ്പോലെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നത് പാർട്ടിയുടെ നയമാണോ? കണ്ണൂരിൽ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാശഘോഷയാത്ര. അതിനിടെയാണ് ചെങ്കൊടിയേന്തിയ ഒരു കൂട്ടം CPM DYFI പ്രവർത്തകരുടെ മുദ്രാവാക്യം. AKGയുടെയും EMSന്റെയും പേര് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവ ഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും ഉയർന്നു. പതാകകൾ വീശുന്നതിനൊപ്പം പ്രതികളെ പ്രകീർത്തിക്കുന്ന വാഴ്ത്തുപാട്ടുകളും മുദ്രാവാക്യങ്ങളും ഉയർന്നു കേട്ടു.
മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ചുള്ള കൊടികളുമായാണ് CPM പ്രവർത്തകർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാശഘോഷയാത്രയിൽ എത്തിയത്. സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 8 പേരുടെ ചിത്രങ്ങൾ പതിച്ച കൊടികളുമായായിരുന്നു ക്ഷേത്ര പരിസരത്തെ ആഘോഷം. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ്, TP കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കം 9 പേരെയാണ് സൂരജ് വധക്കേസിൽ കോടതി ശിക്ഷിച്ചത്. കണ്ണൂരിൽ ഉത്സവങ്ങളോടും മറ്റുമനുബന്ധിച്ച് പാർട്ടി പതാകകൾ ഉപയോഗിച്ചുള്ള ആഘോഷ പരിപാടികൾ സാധാരണയാണെങ്കിലും കൊലപാതക കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങളുമായി പ്രകടനം നടത്തുന്നത് ആദ്യമായാണ്. BJP പ്രവർത്തകനായിരുന്ന സൂരജിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിധി വന്നതിന് പിന്നാലെ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം നിരപരാധികൾ ആണ് എന്നായിരുന്നു CPM പ്രതികരണം. കേസിൽ കോടതി വിധി പറഞ്ഞ ദിവസം കോടതിക്ക് പുറത്തും പ്രതികൾക്ക് അഭിവാദ്യമർപ്പിച്ച് CPM പ്രവർത്തകർ എത്തിയിരുന്നു. സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവപ്പറമ്പുകളിൽ CPM-ഉം BJP-യും ചേരിതിരിഞ്ഞ് ശക്തിപ്രകടനം നടത്തുന്നത് പതിവായിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഉത്സവ പറമ്പുകളിലെ ആഘോഷങ്ങൾക്കൊപ്പം തമ്മിൽ തല്ലും സംഘർഷങ്ങളുമൊക്കെ ഒരു അരങ്ങ് കാഴ്ചയാണ്. 1 വർഷം നീണ്ട കരപ്പോരുകൾ തല്ലി തീർക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ സമീപകാലത്ത് ഇത്തരം സംഘർഷങ്ങൾ അക്രമത്തിലും കൊലപാതകത്തിലുമൊക്കെ കലാശിക്കുന്നുണ്ട്. പാലക്കാട് 2 ക്ഷേത്രോത്സവങ്ങളിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കുത്തേറ്റു. കൊപ്പം ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ കത്തിക്കുത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പുതുക്കോട് കുമ്മാട്ടി ഉത്സവത്തിനിടെ റോഡിൽ വാഹനം നിർത്തിയതിനെ ചൊല്ലിയാണ് ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് കൊപ്പം മണങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് 2 പേർക്ക് കുത്തേറ്റത്. കോർമോത്തുപടി വേലവരവിനിടെ യുവാക്കൾ ബൈക്കുമായി എത്തിയത് ചോദ്യം ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. വേലാഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർമോത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്ക്. വാക്ക് തർക്കത്തിന് പിന്നാലെ ഒരു സംഘം യുവാക്കൾ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു. പ്രകാശിന് മുതുകിനും ചുണ്ടിനും കുത്തേറ്റു. വിഷ്ണുവിന്റെ മുഖത്താണ് കുത്തേറ്റത്. ഉടൻ തന്നെ ഇരുവരെയും കൊപ്പത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ലഹരി മാഫിയയുടെ ഏതാനും ചില ഗുണ്ടകൾ DYFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരന്തരമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം ലഹരി മാഫിയയ്ക്കെതിരെ യോഗങ്ങളും അതേപോലെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം DYFI തീർത്തു വരുന്നതിൻ്റെ വൈരാഗ്യ ബുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് DYFI കോർമോത്തോട് യൂണിറ്റ് ട്രഷറർ അടക്കമുള്ള DYFIയുടെ നേതാക്കളെയാണ് ഇന്നലെ ലഹരി മാഫിയ ആക്രമിച്ചിരിക്കുന്നത്. ലഹരി മാഫിയ സംഘത്തിലുള്ളവരാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ ആരോപിച്ചു. അവരൊരു 4-5 പേരുണ്ടായിട്ടുണ്ട്. അതിൽ ഈ 2 പേരാണ് കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഈ ആളുകൾ കൂടുതലുള്ള കമ്മിറ്റിയിലെ ആളുകളുള്ള കാരണം അവരെ പിടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ പോലീസിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ കയ്യിൽ നിന്ന് കത്തി ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൊപ്പം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കോട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുമ്മാട്ടി ഉത്സവത്തിനിടെയും സംഘർഷമുണ്ടായി. റോഡിൽ വാഹനം നിർത്തിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് യുവാവിന് കുത്തേറ്റത്. കുഴൽമന്ദം പുതുക്കോട് സ്വദേശി സന്ദീപിനാണ് കുത്തേറ്റത്. പ്രതി സുജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സന്ദീപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 പാലക്കാട്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പക മനസ്സിലിട്ട് നടക്കുന്നവരുണ്ട്. പിറ്റേ വർഷം ഉത്സവത്തിനെത്തുമ്പോൾ അത് തല്ലി തീർക്കും. ഇടുക്കി മൂന്നാറിൽ കുറുമല ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നടന്ന സംഘർഷവും പഴയൊരു കുടിപ്പകയുടെ പേരിലാണ്. റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
മൂന്നാർ നല്ലതണ്ണി കുറുമല സ്വദേശികളായ ശിവ, വിഷ്ണു എന്നിവരാണ് ആയുധമുപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയ്ക്കു പരിക്കേറ്റ് ഹൈറേഞ്ച് ആശുപത്രിയിൽ കഴിയുന്നത്. സംഭവത്തിൽ നടയാർ സൗത്ത് ഡിവിഷൻ സ്വദേശികളായ അരുൺ, വിനോദ്, പ്രവീൺ, പ്രഭു, മിഥുൻ എന്നിവരെ മൂന്നാർ സൗത്ത് CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് GH റോഡിൽ കാർമൽ ബിൽഡിംഗിന് സമീപമാണ് സംഘർഷമുണ്ടായത്. ഇതിനിടെ GH റോഡിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇടുക്കി AR ക്യാമ്പിലെ CPO ശ്രീജിത്തിനെയും പ്രതികളിലൊരാളായ പ്രഭു കയ്യേറ്റം ചെയ്തു. ഒരു വർഷം മുമ്പ് കുറുമല ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ തുടർച്ചയായി ഇരുകൂട്ടരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. ഇതേ പ്രശ്നത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസവും സംഘർഷമുണ്ടായത്. തുടർന്ന് പ്രതികൾ ആയുധമുപയോഗിച്ച് ശിവയെയും വിഷ്ണുവിനെയും ആക്രമിക്കുകയായിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് CPO ശ്രീജിത്തിനെ ആക്രമിച്ചത്. SI-മാരായ അജീഷ്, രഞ്ജിത്ത്, CPO-മാരായ മണികണ്ഠൻ, സുയിന്ദ്, ജയേഷ്, ഹിലാൽ, ജിബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മൂന്നാർ. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. പോലീസിനെ പോലും ഇവർ ആക്രമിക്കുന്ന അവസ്ഥ. ഏറ്റവും ഒടുവിൽ ഇടുക്കി അടിമാലിയിലാണ് കഞ്ചാവ് കേസ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിടെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ 3 പേർ അടിമാലി പോലീസിന്റെ പിടിയിലായി. ഓടി രക്ഷപ്പെട്ട കഞ്ചാവ് കേസ് പ്രതിയെ തെരയുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ 3-അംഗ സംഘം മർദ്ദിച്ചത്. അടിമാലി 200 ഏക്കർ അമ്പലപ്പടി ഭാഗത്താണ് സംഭവം. വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന കേസിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം കത്തിപ്പാറയിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായി വേഷം മാറി തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഈ കേസുമായി ബന്ധമില്ലാത്ത മറ്റു ചിലർ കയ്യേറ്റം ചെയ്തത്. സംഭവത്തിൽ അടിമാലി സ്വദേശികളായ ജസ്റ്റിൻ, ജപ്പാൻ എന്ന് വിളിക്കുന്ന അക്ഷയ്, രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ രാഹുൽ ഒഴികെ മറ്റു 2 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. ഉദ്യോഗസ്ഥൻ മഫ്തിയിൽ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഇരുചക്രവാഹനത്തിൽ സ്ഥലത്തെത്തിയവർ ആക്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഓടി രക്ഷപ്പെട്ട മറ്റു 2 പ്രതികളും പിടിയിലായിട്ടുണ്ട്. പ്രതികളുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ആഘോഷങ്ങൾ അതിര് കടക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കോഴിക്കോട് നാദാപുരം പേരോട് കഴിഞ്ഞ രാത്രിയിലെ ആഘോഷം ഒരൽപ്പം കടന്നുപോയി. പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടിലേക്ക് പടക്കവുമായി പോയ യുവാക്കൾ കാറിൽ വെച്ച് ഇത് പൊട്ടിച്ചതോടെ കൂട്ടവെടിക്കെട്ട്. കാറിൽ നിന്ന് പടക്കവും പൂത്തിരിയും ആളിക്കത്തിയതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി. പടക്കം പൊട്ടിത്തെറിച്ച് കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ കല്ലാച്ചി സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ രാത്രി പേരോട് വച്ചായിരുന്നു സംഭവം. പെരുന്നാൾ ആഘോഷിക്കാൻ പടക്കം വാങ്ങി കാറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു യുവാക്കൾ. വീടിനടുത്തെത്തിയപ്പോൾ വാഹനം നിർത്തി കാറിലിരുന്ന് പടക്കം പൊട്ടിച്ചു. കാറിന്റെ പിൻസീറ്റിലായിരുന്നു വാങ്ങിയ പടക്കങ്ങൾ ഇവർ സൂക്ഷിച്ചിരുന്നത്. പടക്കം പൊട്ടിക്കുന്നതിനിടെ ഇതിലേക്ക് തീപ്പൊരി വീഴുകയായിരുന്നു. ഇതോടെ കാറിലിരുന്ന് ഇവയെല്ലാം പൊട്ടിത്തെറിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് കാറിനുള്ളിൽ പടക്കം പൊട്ടിത്തെറിച്ചതായി കണ്ടത്. കാറിലുണ്ടായിരുന്ന കല്ലാച്ചി സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടനെ നാട്ടുകാർ ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. റയീസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഷഹറാസിനെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്.
സംഭവമറിഞ്ഞ് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ചു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് നടപടി. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികൾ ലക്ഷ്യമിട്ടത് ഇരട്ട കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സന്തോഷിനെ കൂടാതെ ഷിനു പീറ്റർ എന്നയാളെയും കൊല്ലാനാണ് എത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരുൾപ്പെടെ 4 പേർ പിടിയിലായെങ്കിലും മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ്. അതിനിടെ പ്രതികളുടെ വീട് അരിച്ചുപെറുക്കിയ പോലീസ് മാരകായുധങ്ങളും സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു. 1-ാം പ്രതി അതുലിന്റെ വീട്ടിൽ നിന്ന് പിസ്റ്റളും പിടിച്ചെടുത്തിട്ടുണ്ട്. സന്തോഷിന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളിൽ ഒരാളായ രാജപ്പൻ എന്ന രാജേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ ആലുവ അതുലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എയർ പിസ്റ്റലും കണ്ടെത്തി. മുഖ്യപ്രതി ആലുവ അതുലിനായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു വീട്ടിലെ പരിശോധന. കേസിലെ മറ്റ് പ്രതികളുടെ വീടുകളിലും പരിശോധന നടത്തി. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള പ്യാരി, ഹരി എന്നിവരെ കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച നിർണായക വിവരങ്ങൾ കേസന്വേഷണത്തിൽ വഴിത്തിരിവായിട്ടുണ്ട്. ഷിനു പീറ്റർ എന്നയാളെയാണ് വകവരുത്താൻ ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്നാണ് പ്രതികളുടെ മൊഴി. അക്രമികൾ എത്തിയപ്പോൾ ഷിനു പീറ്റർ വീട്ടിലെത്താത്തതിനാലാണ് കരുനാഗപ്പള്ളിയിലെത്തി ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയതെന്നും പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട സോനു എന്ന ആളെ ഓച്ചിറ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വള്ളിക്കുന്നത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. അതേസമയം കേസിലെ പ്രധാന പ്രതിയെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടിക്കാനാകാത്തത് പോലീസിന് വലിയ നാണക്കേടായി. കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജിനെയും പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴയിൽ വ്യവസായി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തലെങ്കിലും ബിജുവും മുഖ്യപ്രതി ജോമോനും തമ്മിൽ പണമിടപാടുകൾ ഇല്ലായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ഭാര്യ മഞ്ജുവാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. ജോമോന് ബിജു പണം കൊടുക്കാനുണ്ടായിരുന്നില്ല. കൂട്ടുകച്ചവടം പിരിഞ്ഞപ്പോഴുണ്ടാക്കിയ എഗ്രിമെൻ്റ് പ്രകാരം എല്ലാം കൊടുത്തു തീർത്തതാണ്. മുഖ്യപ്രതിയായ ജോമോൻ ഒരു തവണ ഫോൺ വിളിച്ച് ബിജുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മഞ്ജു വെളിപ്പെടുത്തി. കൊല്ലപ്പെട്ട ബിജു ജോസഫും മുഖ്യപ്രതി ജോമോനും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ ജോമോനും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട പ്രതികളും പിടിയിലായിരുന്നു. അതിനിടെയാണ് വെളിപ്പെടുത്തലുമായി ബിജുവിന്റെ ഭാര്യ മഞ്ജു രംഗത്തെത്തിയത്. ജോമോന് ബിജു പണം കൊടുക്കാനുണ്ടായിരുന്നില്ലെന്ന് മഞ്ജു പറഞ്ഞു. കച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം എല്ലാം കൊടുത്തു തീർത്തു. ജോമോന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ പണവും കൊടുത്തിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ജോമോൻ ഫോൺ വിളിച്ച് ബിജുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മഞ്ജു വെളിപ്പെടുത്തി. ഇല്ല, ജോമോന് പണം കൊടുക്കാനില്ല ഞങ്ങൾ ടീച്ചറിന് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. തുടർച്ചയായിട്ടില്ല, ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചത് ഇങ്ങനെയാണ്, ബിജുവിന്റെ രീതിയിലാണ്. കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മഞ്ജു പറഞ്ഞു. ഈ മാസം 15-നാണ് ബിജുവിനെ ലക്ഷ്യമിട്ട പ്രതികൾ ആദ്യം എത്തിയത്.
ബിജുവിന്റെ ഓരോ ദിവസത്തെ നീക്കങ്ങളും പ്രതികൾ സമയമെടുത്ത് നിരീക്ഷിച്ചു. 19-ന് രാത്രി തട്ടിക്കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. എന്നാൽ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ബിജു നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തി. അന്ന് രാത്രി പ്രതികൾ ബിജുവിന്റെ വീടിന് സമീപം തങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് അലാറം വെച്ച് ഉണർന്നു. ബിജുവിന്റെ സ്കൂട്ടറിനെ പിന്തുടർന്ന പ്രതികൾ പിന്നീട് ഇയാളെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് മുഖ്യപ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. തുടർന്ന് മൃതദേഹം മാൻഹോളിൽ തള്ളുകയായിരുന്നു. കേസിൽ മുഖ്യപ്രതി ജോമോനും കൊട്ടേഷൻ സംഘാംഗങ്ങളും ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ആണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തെളിവെടുപ്പിനിടെ ജോമോന്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു. മുടിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിലെ മുറിക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. ബാങ്ക് കൊള്ളയടിക്കുന്നതിൽ അതിവിദഗ്ധർ. തകർക്കാൻ പറ്റാത്ത ഏത് പൂട്ടും പൊളിക്കും. ഇടുക്കി സ്വദേശി മുരളിയും കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദും അങ്ങനെയാണ് ബാങ്ക് കൊള്ളയടിക്കാൻ മംഗളൂരുവിലെത്തിയത്. എന്നാൽ മംഗളൂരുവിലെ മുത്തൂറ്റ് ശാഖയിൽ കവർച്ച നടത്താനുള്ള ഇവരുടെ നീക്കം പൊളിഞ്ഞു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ട് മുറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈറൺ മുഴങ്ങി. അതോടെ 2 പേരും പോലീസിന്റെ പിടിയിലായി. സംഘത്തിലെ 3ാമനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. മംഗളൂരു ദർലക്കട്ട ജംഗ്ഷനിലെ വാണിജ്യ കോംപ്ലക്സിൽ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ബ്രാഞ്ചിലാണ് കവർച്ചാശ്രമം. ധനകാര്യ സ്ഥാപനത്തിന്റെ വാതിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തുറന്നു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടുമുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈറൺ മുഴങ്ങുകയായിരുന്നു. സ്ഥാപനത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് സന്ദേശവും പോയി. തുടർന്ന് കമ്പനി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ഇതിനിടയിൽ സൈറൺ മുഴങ്ങുന്നത് കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കെട്ടിടം വളഞ്ഞ് ഇരുവരെയും അകത്ത് പൂട്ടിയിട്ടു. ഇടുക്കി രാജമുടി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് അനത്തിലെ അർഷാദ് എന്നിവരാണ് പിടിയിലായത്. സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട കാസർഗോഡ് സ്വദേശി അബ്ദുൽ സലാമിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച മംഗളൂരുവിലെത്തിയ പ്രതികൾ പകൽ മുഴുവൻ സ്ഥാപനത്തിന് സമീപം തമ്പടിച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് കവർച്ചയ്ക്ക് പദ്ധതിയിട്ടത്. അറസ്റ്റിലായ 2 പേരും കേരളത്തിൽ ബാങ്ക് കവർച്ചയിൽ നേരത്തെ അറസ്റ്റിലായവരാണെന്ന് പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞ് ASP ധന്യ നായക്, കൊണേജ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എന്നിവർ ധനകാര്യ സ്ഥാപനത്തിലെത്തി വിശദമായ പരിശോധന നടത്തി. കഴിഞ്ഞ ജനുവരി 17-നാണ് മംഗളൂരുവിലെ ഉള്ളാൾ കോട്ടേക്കാർ സഹകരണ ബാങ്കിൽ തോക്കുചൂണ്ടി ജീവനക്കാരെ ബന്ദികളാക്കി 12 കോടിയോളം രൂപ കവർന്നത്. ഇതേ തുടർന്ന് മംഗളൂരു നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ധനകാര്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് കവർച്ചാ ശ്രമം ഉണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. തലപ്പാടി അതിർത്തിയിൽ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. മദ്യപിച്ച് ലക്കുകെട്ട് വാഹനമോടിക്കുന്നവർ എത്രയോ മനുഷ്യരുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച യുവാവ് ഒരമ്മയുടെയും മകളുടെയും ജീവനാണ് എടുത്തത്. അപകടത്തിന് മുൻപ്
സ്കൂട്ടറിലും കാറിലും വാഹനം ഇടിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി. സമീപമുള്ള ജംഗ്ഷനിൽ വെച്ച് മറ്റൊരാളുമായി ഡ്രൈവർ വഴക്കിട്ടിരുന്നുവെന്നും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ഇതിനുശേഷം ദേഷ്യപ്പെട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും പോലീസ് കണ്ടെത്തി. അപകടമുണ്ടായതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനമിടിച്ചു കയറി അമ്മയും മകളും മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയ റിക്കവറി വാനിന്റെ ഡ്രൈവറെ തിരിച്ചറിഞ്ഞു. ടോണി എന്നയാളാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ഉത്സവം കഴിഞ്ഞ് തിരികെ നടന്നു വരികയായിരുന്ന പേരറ്റൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. വർക്കലയിൽ നിന്ന് കവലിയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാഹനം അമിത വേഗത്തിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10:30 വർക്കല ആറ്റിങ്ങൽ റോഡിൽ കൂട്ടിക്കട ഭാഗത്തായിരുന്നു നാടിനെ നടുക്കിയ അപകടം. ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ വീടിന്റെ മതിലും ഗേറ്റും ഉൾപ്പെടെ തകർന്നു. അപകടത്തിന് പിന്നാലെ ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയ വിവരം. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിന് തൊട്ടു മുൻപ് സ്കൂട്ടറിലും കാറിലും ഈ വാഹനം ഇടിച്ചിരുന്നു. ഇതിനു മുമ്പുള്ള ജംഗ്ഷനിൽ വെച്ച് മറ്റൊരാളുമായി ഡ്രൈവർ വഴക്കുണ്ടായി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീ ഇതിനുശേഷം ദേഷ്യപ്പെട്ട് വാഹനത്തിൽ നിന്നിറങ്ങിപ്പോയെന്നാണ് സൂചന. ഇത് ഭാര്യയാണെന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഇതിന്റെ ദേഷ്യത്തിലാണ് വാഹനം അമിതവേഗത്തിൽ ഓടിച്ചു വന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആറ്റിങ്ങൽ. തൊഴിൽ തട്ടിപ്പും മോഷണവും പിടിച്ചുപറിയുമായി ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മറ്റുള്ളവരെ കബളിപ്പിച്ച് സ്വന്തമാക്കുന്ന പണം കൊണ്ട് എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മലപ്പുറം വളാഞ്ചേരിയിൽ പോലീസ് പിടികൂടിയ 4 പേരും ഇങ്ങനെ മോഷണം, തട്ടിപ്പുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ്. ധനസഹായ ശേഖരണ പെട്ടി മോഷ്ടിക്കൽ, ജോലി വാഗ്ദാനം നൽകി പണം തട്ടൽ, അടയ്ക്കാമോഷണം എന്നീ കേസുകളിലാണ് അറസ്റ്റ്. ഡയാലിസിസ് സെന്ററിന്റെയും പാലിയേറ്റീവ്, കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ചിരുന്ന പെട്ടികൾ മോഷ്ടിച്ച കേസിലാണ് ഇരുമ്പിളിയം സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് പിടികൂടിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രോഗികൾക്ക് നിർധനർക്കമായുള്ള ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികളാണ് പ്രതി മോഷ്ടിച്ചത്. ജോലി വാഗ്ദാനം ചെയ്ത് അസം സ്വദേശിയായ യുവതിയെ കേരളത്തിലെത്തിച്ച ശേഷം ജോലി നൽകാതെ വഞ്ചിച്ച സംഭവത്തിലാണ് 2 പേരെ പോലീസ് പിടികൂടിയത്. അസം സ്വദേശി യാസിം ആലം, മുഹീം ഹുസൈൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ നല്ല ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞ് യുവതിയെ എത്തിച്ച ശേഷം ലൈംഗിക തൊഴിൽ ചെയ്യണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു. നിസ്സഹകരിച്ച യുവതിയെ ഇവർ മർദ്ദിക്കുകയും വിവസ്ത്രയാക്കുകയും ചെയ്തു. ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. കഞ്ഞിപ്പുര കൂടശ്ശേരിയിൽ 25,000 രൂപ വിലമതിപ്പുള്ള 3 ചാക്ക് അടയ്ക്ക മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റൊരു അറസ്റ്റ്. കേസിൽ കരിപ്പോൾ സ്വദേശി മുഹമ്മദ് പുളിക്കലിനെയാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കൊല്ലത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമായ സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കൊല്ലത്തെ മൊത്ത വിതരണക്കാരിലേക്ക് MDMA എത്തിക്കുന്നതിൽ വിദേശികൾക്കും പങ്കുണ്ടെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കേരളത്തിലേക്ക് MDMA എത്തിക്കുന്നതിൽ മുഖ്യ കണ്ണിയായ നൈജീരിയൻ സ്വദേശിയായ യുവാവിനെ ഇരവിപുരം പോലീസ് പിടികൂടി. നൈജീരിയൻ സ്വദേശി അഗ്ബദോ സോളമൻ എന്ന 29-കാരനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് ഡൽഹിയിലെത്തി പിടികൂടിയത്. കൊല്ലത്ത് അറസ്റ്റിലായ ലഹരി കേസ് പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം ഇരവിപുരം CI രാജീവും സംഘവും മാർച്ച് 25-ന് ഡൽഹിയിലെത്തി. അവിടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയായ അഗ്ബദോ സോളമനെ പിടികൂടിയത്.
ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് നിഗമനം. സോളമനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് കുമ്പളയിൽ കഞ്ചാവ് കേസ് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ കുത്തി പരിക്കേൽപ്പിച്ചു. പ്രജിത്ത്, രാജേഷ് എന്നീ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ബാമ്പ്രാണ സ്വദേശി അബ്ദുൽ ബാസിത്ത് പിടിയിൽ. ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം MDMA-യുമായി 4 യുവാക്കൾ പിടിയിൽ. വർക്കല അയിരൂർ സ്വദേശികളായ ഹാർമിൻ, അല്ലമീൻ, ആദിത്യൻ, അല്ലമീർ എന്നിവരാണ് റൂറൽ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. കൊല്ലം അയിരൂരിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റിയിരുന്ന 2 പേർ പിടിയിൽ. തേവന്നൂർ സ്വദേശി സനൽകുമാർ, ഇളമാട് സ്വദേശി വിനോദ് കുമാർ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. ഡൽഹിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 27.4 കോടി രൂപ വിലമതിക്കുന്ന മെത്താഫെറ്റാമൈൻ, MDMA, കൊക്കൈൻ എന്നിവയാണ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് 4 നൈജീരിയൻ സ്വദേശികളടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നോയിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വമ്പൻ നീലച്ചിത്ര നിർമ്മാണ റാക്കറ്റ്. മോഡലുകളായ യുവതികളെ റിക്രൂട്ട് ചെയ്ത് നീലച്ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന നോയിഡ സ്വദേശി ഉജ്ജ്വൽ കിഷോർ, ഭാര്യ നീലു ശ്രീവാസ്തവ എന്നിവരാണ് കുടുങ്ങിയത്. കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പരസ്യമായ അവഹേളനവും പരിഹാസവും നേരിട്ടവരാണ് നമ്മളിൽ പലരും. അങ്ങനെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങാൻ ഒരല്പം പ്രയാസാലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളും ഇങ്ങനെ എത്രയോ പേരെ പരിഹസിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും സാധുവിനെയായിരിക്കും എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത്. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതിനാൽ അവൻ ചിലപ്പോൾ നിശബ്ദനായി നിന്നിട്ടുണ്ടാകും. എന്നാൽ അവൻ്റെ ആ നിശബ്ദതയെ ഭയപ്പെടണം. പ്രതികരിക്കാൻ അവന് കരുത്തുണ്ടാകുന്നൊരു ദിവസം വരും. പരിഹസിച്ച നമ്മൾ അതൊക്കെ മറന്നാലും മുറിവേറ്റവൻ്റെ മനസ്സിൽ അതൊരു തീരാ മുറിവാണ്. ഇനിയൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും യോഗ്യതയുള്ളവരാണോ നമ്മൾ? നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹത്തോടെയും കരുതലോടെയും കണ്ടാൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാകട്ടെ നമ്മുടെ ജീവിതം. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.